1630 ഇറ്റലിയിലെ കനോസിയ എന്ന കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ കാൽവനിസം പാഷണ്ഡതയാൽ തങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങളിൽ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ആ വർഷത്തെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ മെയ്റ നദി കരകവിഞ്ഞൊഴുകി. മഴയുടെ ശക്തിയാൽ മലമുകളിൽ നിന്ന് പാറക്കല്ലുകളും വൃക്ഷശിഖരങ്ങളും താഴേക്ക് പതിച്ചു. അതിനാൽ അവിടെ വികാരിയായിരുന്ന അന്റോണിയോ റെയ്നാൾഡ് പള്ളിമണി അടിച്ച് ജനങ്ങളെ ദേവാലയത്തിലേക്ക് വരുത്തി. എന്നിട്ട് വെള്ളപ്പൊക്കം നിർത്തുന്നതിന് ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദിവ്യകാരുണ്യ ഭക്തനായ ഫാദർ അന്റോണിയോ ഒരു പ്രതിജ്ഞ ചെയ്തു. ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടാൽ എല്ലാ വർഷവും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാം. അതിനുശേഷം ദിവ്യകാരുണ്യം അരുളിക്കയിൽ സ്ഥാപിച്ച് ആ അരുളിക്കയും വഹിച്ചുകൊണ്ട് വിശ്വാസികളോടൊപ്പം 51-ാം സങ്കീർത്തനം ചൊല്ലി ഇരമ്പി വരുന്ന വെള്ളത്തിന് നേരെ ചെന്നു. ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് അദ്ദേഹം അരുളിക്ക കൊണ്ട് മെയ്റ നദിയെ ആശീർവദിച്ചു. പെട്ടെന്ന് മഴ നിലച്ചു, ജലപ്രളയം മാറി, എല്ലാം സാധാരണ നിലയിലായി. ഈ അത്ഭുതം അവരുടെ വിശ്വാസത്തെ വളർത്തി. കനോസിയോയിലെ ജനങ്ങൾ അവർ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്തു. കനോസിയോയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ പ്രകൃതി ശക്തികളുടെ നിയന്ത്രണം പോലും തന്നിലാണെന്ന് തെളിയിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പ്രകൃതിയെ അങ്ങയുടെ നിയന്ത്രണത്തിൽ നിർത്തി നല്ല കാലാവസ്ഥയിലൂടെയും വിളവിലൂടെയും ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.